ഭ്രമയുഗം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 12-ൽ താഴെ മണിക്കൂറുകൾ മാത്രം ബാക്കി. ഭൂതകാലം എന്ന സിനിമയുടെ സംവിധായകൻ രാഹുൽ സദാശിവത്തിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ ഭരതൻ, മണികണ്ഠൻ, അമൽഡ ലിസ് തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന ഭ്രമയുഗം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് മുതൽ ടീസർ, ട്രെയിലർ, പോസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കണ്ടന്റുകൾക്കും മികച്ച അഭിപ്രായങ്ങളാണല്ലോ ലഭ്യമായത്. അങ്ങനെ മികച്ചൊരു ഹൈപ്പ് നേടിയെടുത്ത ഭ്രമയുഗം എന്ന സിനിമയുടെ പ്രീസെൽ കളക്ഷൻ റിപ്പോർട്ട്, കേരള കളക്ഷൻ, വേൾഡ് വൈഡ് പ്രീസെൽ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 14 ഉച്ചയോടെ സിനിമ നേടിയെടുത്തത് ഏകദേശം 80 ലക്ഷത്തോളം കേരള പ്രീസെൽ കളക്ഷൻ ആണെങ്കിൽ അന്നേരം പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഇപ്പോഴത്തെ 1 കോടിക്ക് മുകളിൽ രാത്രി സിനിമയുടെ കേരള പ്രീസെൽ കളക്ഷൻ കടന്നിരിക്കുകയാണ്. ഇന്ന് 9:30 പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1,06,00,000 സിനിമയുടെ കേരള പ്രീസെൽ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഫൈനൽ കൗണ്ട് അർദ്ധരാത്രിയോടെ ആയിരിക്കും പുറത്തു വരിക. അത് പ്രകാരം 1,10,00,000 സിനിമയുടെ ഫൈനൽ പ്രീസെൽ കളക്ഷൻ എത്തുമെന്നത് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡ് പ്രീസെൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ UK-യിൽ നിന്നുള്ള കൃത്യമായ പ്രീസെൽ കളക്ഷൻ കണക്കുകൾ പുറത്തു വരുമ്പോൾ 21 ലക്ഷത്തിലേക്ക് സിനിമയുടെ UK പ്രീസെൽ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കേരള UK കളക്ഷൻ മാത്രം 1,30,00,000 മുകളിലേക്ക് എത്തപ്പെടുന്നതാണ്. ചിത്രത്തിന്റെ ലോകമെമ്പാടും നിന്നുള്ള കൃത്യമായ പ്രീസെൽ കണക്കുകൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല. പക്ഷേ 2 കോടിക്ക് മുകളിൽ കടന്നുവെന്നാണ് നിലവിൽ അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാകുന്നത്. നാളെ ഫെബ്രുവരി 15 ഉച്ചയോടെ മാത്രമേ കൃത്യമായ വേൾഡ് വൈഡ് പ്രീസെൽ കണക്കുകൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും 2 കോടി കടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഫിഗേഴ്സ് എത്രയാണെന്ന് അറിയാനായിട്ട് കാത്തിരിക്കൂ. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡീസന്റ് പ്രീസെയിലാണ് ഭ്രമയുഗം എന്ന സിനിമ ലോകമെമ്പാടും നിന്നും നേടിയെടുത്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ മികച്ച റിലീസോടെ എത്തപ്പെടുന്ന സിനിമയ്ക്ക് കേരളത്തിൽ സിനിമയുടെ റിലീസിന്റെ കാര്യത്തിൽ അതൃപ്തി അറിയിക്കുകയാണ് മമ്മൂട്ടി ആരാധകരെന്നാണ് സോഷ്യൽ മീഡിയയിൽ അവരുടെ കമന്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരളത്തിൽ സിനിമ വിതരണത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡോ ജോസഫ് ആണ്. മമ്മൂക്കിയുടെ ഉറ്റ സുഹൃത്തും ഒപ്പം തന്നെ മോളിവുഡിലെ നിർമ്മാതാവും അതോടൊപ്പം തന്നെ വിതരണക്കാരൻ കൂടിയാണ് ആൻഡോ ജോസഫ്. ഇപ്പോഴത്തെ ഭ്രമയുഗം എന്ന സിനിമയുടെ കേരള വിതരണത്തിൽ ആൻഡോ ജോസഫിനോട് കൂടുതൽ ആരാധകരും അതൃപ്തി അറിയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ സിനിമയ്ക്ക് മികച്ച റിലീസ് അല്ല, മികച്ച ചാർട്ടിംഗ് അല്ല, കേരളത്തിലെ പല ഒറ്റപ്പെട്ട മേഖലകളിലെ സിനിമയ്ക്ക് റിലീസ് ഇല്ല, അതോടൊപ്പം തന്നെ മികച്ച സ്ക്രീനുകളെല്ലാം സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. എന്തായാലും ഭ്രമയുഗം എന്ന സിനിമയുടെ തിയേറ്റർ ഹോൾഡ് എത്രത്തോളം മികച്ചതായിരിക്കുമെന്നാണ് നാം ഇനി ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഭ്രമയുഗം വാർത്തകൾ കേട്ടാം.